രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ചയാകുന്ന ഒരു മണ്ഡലമല്ല കായംകുളം. അവിടുത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ഭരണകൂടം എത്രത്തോളം എത്തുന്നു എന്നതാണ് കായംകുളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ അളവുകോലാകുന്നത്. അതിനാൽ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണം മാത്രം കൊണ്ട് ജനങ്ങളുടെ ഉള്ളുമറിക്കാൻ ആകില്ല ഇവിടെ. ആ പോരാട്ടക്കളം അതുകൊണ്ട് തന്നെ ചൂടേറിയതാണ്. ആര് കായംകുളത്തെ നയിക്കും? നിലവിലെ MLA യു പ്രതിഭ തന്നെയാണ് ഇക്കുറിയും കായംകുളത്ത് LDF സ്ഥാനാർത്ഥിയായി എത്തുന്നത്. UDFിനു വേണ്ടി KPCC വൈസ് പ്രസിഡന്റ് കൂടിയായ M ലിജു ആണ് രംഗത്ത്. NDAക്ക് വേണ്ടി BDJSലെ തമ്പി മേട്ടുതറയും എത്തുന്നുണ്ട്. അങ്ങനെ തിരഞ്ഞെടുപ്പ് കളം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ആര് കായംകുളത്ത് കപ്പടിക്കും എന്നാണ് നമുക്കറിയേണ്ടത്. ഹാട്രിക് വിജയ പ്രതീക്ഷയിലാണ് ഇക്കുറി പ്രതിഭ എത്തുന്നത്. ഇതിനു മുൻപ് 2016 M ലിജുവിനെ തന്നെ തോൽപ്പിച്ച ചരിത്രമുണ്ട് അവർക്കിവിടെ. കഴിഞ്ഞ 10 വർഷത്തിനിടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഭ എത്തുന്നത്. പത്തിയൂർ പാലം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാണ് LDF പ്രചാരണം നടത്തുന്നത്. അതേസമയം വ്യക്തിപരമായ ലാളിത്യവും വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും പരാജയത്തിലും പ്രവർത്തനം നിർത്താത്ത മനോഭാവവും M ലിജുവിനെ വേറിട്ട് നിർത്തുന്നു. ഒരു പ്രശ്നം വന്നാൽ മാത്രം എത്തുന്ന വ്യക്തിയല്ല ലിജു. പകരം പ്രശ്നമുണ്ടാകുന്നതിന് മുൻപേ അതിനെ വായിക്കാൻ ശ്രമിക്കുന്ന ആളാണ് അദ്ദേഹം. രാഷ്ട്രീയത്തെ അധികാരമായി കാണാതെ ഉത്തരവാദിത്വമായി കാണുന്ന സമീപനം കായംകുളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നതും അദ്ദേഹത്തെ ജനപ്രിയനാക്കുന്നുണ്ട്. അവിടെ ബന്ധങ്ങൾ നിലനിർത്തുന്ന രീതിയും വിഷയങ്ങളെ പഠിച്ച് അവതരിപ്പിക്കുന്ന ശൈലിയും പ്രവർത്തനത്തിലൂടെ വിശ്വാസമുണ്ടാക്കാനുള്ള ശ്രമവുമൊക്കെ ലിജുവിന്റെ കായംകുളത്തെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രചാരണത്തിനിടെ അദ്ദേഹം വേദിയിൽ വിതുമ്പുകയും തന്റെ പരാജയങ്ങളിൽ നേരിട്ട പരിഹാസങ്ങളിൽ വിഷമമുണ്ടെന്ന് വികാരാതീതനായി പറയുകയും ചെയ്തിരുന്നു. ജനപ്രതിനിധിയാകുന്നത് വ്യക്തിപരമായ നേട്ടം എന്നതിലപ്പുറം ആ നാടിന്റെ വികസനത്തിന് കൂടുതൽ പങ്കാളിത്തം വഹിക്കുക, നിയമനിർമ്മാണ സഭയിൽ നിന്ന് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന നടപടി സ്വീകരിക്കാൻ ശ്രമിക്കുക എന്നതൊക്കെ കൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നദ്ദേഹം പറയുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ കൂടി ഈ സമയം നമുക്കൊന്ന് പരിശോധിക്കാം. ചരിത്രം പരിശോധിച്ചാൽ ഇടതു വലതുകൾ മാറി മാറി പിന്തുണച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 20 കൊല്ലങ്ങളായി ഇടതിനൊപ്പം നിന്ന മണ്ഡലമാണ് കായംകുളം. CK സദാശിവൻ 2006ലും 2011ലും വിജയിച്ച് കയറിയപ്പോൾ പിന്നീട് ഊഴം ലഭിച്ചത് പ്രതിഭയ്ക്കായിരുന്നു. 2011ൽ 1315 വോട്ടിന്റെ ലീഡിൽ ജയിച്ച സദാശിവന്റെ ലീഡിനെ നല്ല രീതിയിൽ തന്നെ മറികടന്നായിരുന്നു 2016ൽ യു പ്രതിഭ കായംകുളത്ത് ലാൻഡ് ചെയ്തത്. പ്രതിഭയുടെ ലീഡ് അന്ന് M ലിജുവിനെതിരെ 11,857 വോട്ടുകളായിരുന്നു. 2021 പക്ഷേ ഈ ലീഡിൽ കുറവുണ്ടായി. ആ തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ അരിത ബാബുവിനെ 6,298 വോട്ടുകൾക്കാണ് പ്രതിഭ തോൽപ്പിച്ചത്. എന്നാൽ 2024ൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ കായംകുളം മണ്ഡലത്തിൽ LDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട സ്ഥിതിയാണ് അവിടെ കണ്ടത്. UDFിൽ നിന്ന് K മുരളീധരൻ അവിടെ BJP സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനേക്കാൾ 1441 വോട്ടുകൾക്ക് ലീഡ് ചെയ്തിരുന്നു. തദ്ദേശ കണക്കുകളിലേക്ക് വന്നാൽ അവിടെ LDF ലീഡ് ചെയ്യുന്നത് കാണാം. 5145 വോട്ടുകളുടെ ഭൂരിപക്ഷം അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നിരുന്നാലും ഭരണവിരുദ്ധ വികാരം അവർക്കൊരു വെല്ലുവിളി തന്നെയാണ്. സർക്കാരിനെതിരായ ജനരോഷവും ദേശീയപാത നിർമ്മാണത്തിൽ ഉൾപ്പെടെ ജനങ്ങളുടെ താൽപര്യങ്ങൾക്കെതിരായ നിലപാടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ ഇത്തവണയും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDFും കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. കായംകുളം ഒരു കാലത്തും ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന മണ്ഡലമല്ലെന്നാണ് മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായും തീരദേശമല്ല, പൂർണ്ണമായും നഗരവുമല്ല. ഈ മിശ്ര സ്വഭാവം എന്നതുകൊണ്ട് തന്നെ ജനസാന്ദ്രത, തമ്മിൽ ചേർന്ന് കിടക്കുന്ന ടൗൺ വാർഡുകൾ, തീരദേശ കുടിയേറ്റങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് അവിടെ രാഷ്ട്രീയ ബോധം രൂപപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ VIP പരിവേഷം കൊണ്ടൊന്നും ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാനാകില്ല. വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളിൽ ഒരാളായി പ്രവർത്തിച്ചാൽ ഇവിടെ ഫലമുള്ളൂ. വിവാദങ്ങളുടെ രാഷ്ട്രീയവും ഇവിടെ വർക്കാകില്ല. രാഷ്ട്രീയം പറയണം, പ്രവർത്തിക്കണം. അങ്ങനെയെങ്കിൽ ഇനി ആരുടെ രാഷ്ട്രീയം ഇവിടെ കൂടുതൽ കരുത്തു തെളിയിക്കും എന്ന് കണ്ടറിയണം. പ്രതിഭയുടെയോ ലിജുവിന്റെയോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.